കാസർകോട്ടെ സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷാവിധി ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്ന ചോദ്യത്തിന് വി.ഡി. സവർക്കർ എന്ന് ഉത്തരം നൽകിയതിന്റെ പേരിൽ നടന്ന പുകിലുകൾ നമ്മൾ കണ്ടതാണ്. ആ അധ്യാപകന്റെ സസ്പെൻഷൻ നടപടിയെ ചോദ്യം ചെയ്ത ഹർജി പരിഗണിച്ച കേരള ഹൈക്കോടതി ഇതിന്റെ പേരിൽ ഒരാളെ സസ്പെൻഡ് ചെയ്യാൻ കഴിയുമോ എന്ന് സർക്കാരിനോട് ചോദിക്കുകയുണ്ടായി. സവർക്കറുടെ പേരിൽ രാഷ്ട്രീയ കക്ഷികൾ ഏറ്റുമുട്ടുമ്പോൾ വി.ഡി. സവർക്കറുടെ മഹത്വങ്ങൾ കോൺഗ്രസുകാർ മുൻപേ അംഗീകരിച്ചതാണെന്ന തരത്തിലുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പുറത്തിറങ്ങിയ സവർക്കറെ കുറിച്ചുള്ള ഡോക്യുമെന്ററികളും തപാൽ സ്റ്റാമ്പും എല്ലാം ഇപ്പോൾ വലിയ വിവാദത്തിലാണ്. എന്താണ് ഇതിന് പിന്നിലെ ചരിത്ര സത്യമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കോൺഗ്രസും RSSും ഹിന്ദുത്വ സംഘടനകളും സവർക്കറുടെ പേരിൽ കടുത്ത ചർച്ചകളിൽ ഏർപ്പെടുമ്പോൾ വിരോധാഭാസം എന്ന് പറയട്ടെ, ഒരു ഘട്ടത്തിൽ RSSനേക്കാളും ശക്തമായി തന്നെ വി.ഡി. സവർക്കറെ പിന്തുണച്ചിരുന്നത് കോൺഗ്രസ് തന്നെയാണ്. 1940കളിലും ഗാന്ധി വധത്തിന് ശേഷവും നെഹ്റുവിന്റെ ഭരണകാലത്തും കോൺഗ്രസ് സവർക്കറെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെയും മതേതരത്വത്തിന് എതിരായ തീവ്രവാദ ചിന്തയായാണ് ചിത്രീകരിച്ചിരുന്നത്. പക്ഷേ പിൽക്കാലത്ത് 1970കളിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് രാഷ്ട്രീയ അതിജീവനത്തിന്റെയും പ്രാദേശിക സമവാക്യങ്ങളുടെയും ഭാഗമായി മാത്രമാണ് സവർക്കർ ഇന്ത്യയിലെ പ്രമുഖനായ സമരസേനാനി, ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന പേരിൽ ആഘോഷിക്കപ്പെട്ടു തുടങ്ങിയത്. എന്നാൽ അത് കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ ഒരു നിലപാടായിരുന്നില്ല. 1967 തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടികൾക്കും 1969 കോൺഗ്രസിന്റെ പിളർപ്പിനും ശേഷം ഇന്ദിരാഗാന്ധിക്ക് അധികാരം നിലനിർത്താൻ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ ആവശ്യമായി വരികയായിരുന്നു. പരമ്പരാഗതമായ വോട്ട് ബാങ്കുകൾ ഉണ്ടായ ചോർച്ചയും പാർട്ടിക്കുള്ളിലെ പ്രമുഖരായ നേതാക്കളുടെ എതിർപ്പും ഇന്ദിരാഗാന്ധിയെ RSSനോട് കൂടുതൽ അടുപ്പിച്ചു. സവർക്കറുടെ ജന്മനാടായ മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിനും ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾക്കുമുള്ള ശക്തമായ സ്വാധീനമായിരുന്നു ഇതിന് കാരണം. മറാഠ വോട്ടുകളും ഹൈന്ദവ അനുകൂല വോട്ടുകളും കോൺഗ്രസിനൊപ്പം നിലനിർത്തേണ്ടത് കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ പിടിച്ചുനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമായിരുന്നു. അതിനാൽ തന്നെ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ അടിത്തറ ഉറപ്പിക്കാൻ സവർക്കറെ ആദരിക്കുകയും അദ്ദേഹത്തിന്റെ സ്മാരകങ്ങൾക്ക് സഹായം നൽകുകയും കോൺഗ്രസ് നേതൃത്വം ഒരു തന്ത്രമായി ഉപയോഗിച്ചു. ഇതിന്റെ ഭാഗമായി 1970 മെയ് 28 ഇന്ദിരാഗാന്ധി സർക്കാർ വി.ഡി. സവർക്കറുടെ സ്മരണയ്ക്കായി പ്രത്യേക പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയതും ഇതിന്റെ ഭാഗമാണ്. ഒരു പടി കൂടി കടന്ന് സ്റ്റാമ്പ് പ്രകാശന വേദിയിൽ വെച്ച് സവർക്കറെ ഇന്ദിരാഗാന്ധി രാജ്യത്തിന്റെ പ്രിയപുത്രനായി വിശേഷിപ്പിക്കുകയുണ്ടായി. 1970കളിൽ സവർക്കറുടെ സ്മാരക ട്രസ്റ്റിനായി ഇന്ദിരാഗാന്ധി തന്റെ വ്യക്തിഗത ഫണ്ടിൽ നിന്നും 11,000 രൂപ സംഭാവനയായും നൽകി. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ സ്വതന്ത്ര വീർ സവർക്കർ രാഷ്ട്രീയ സ്മാരകത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി ഇന്ദിരാഗാന്ധി ഔദ്യോഗിക പിന്തുണയും നൽകി. ഇന്ദിരാഗാന്ധിയുടെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ സവർക്കറുടെ ജീവചരിത്രത്തെ അധികരിച്ച് ഒരു ഡോക്യുമെന്ററി പോലും നിർമ്മിക്കുകയുണ്ടായി. കൂടാതെ ഇന്ദിരാഗാന്ധി ശക്തമായ ഒരു ദേശീയ സുരക്ഷാ ശൈലിയും പ്രായോഗിക രാഷ്ട്രീയ ശൈലിയുമാണ് പിന്തുടർന്നത്. 1971 ബംഗ്ലാദേശ് വിജയവും ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണവുമെല്ലാം ആ ദേശീയതയുടെ ഭാഗമായിരുന്നു. അതുമാത്രമല്ല, പല ഘട്ടങ്ങളിലും ഇന്ദിരാഗാന്ധിക്കും RSSനും ഇടയിൽ ഒത്തുതീർപ്പുകളും തന്ത്രപരമായ നീക്കങ്ങളും നടന്നിട്ടുണ്ട്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ RSSനെ നിരോധിക്കുകയും നേതാക്കളെ ജയിലിലടക്കുകയും ചെയ്തു. എന്നാൽ ജയിൽവാസ കാലത്ത് RSS നേതാക്കളും ഇന്ദിരാഗാന്ധിയുമായി പലപ്പോഴും ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു. ജയിലിൽ കിടക്കവെ RSSനുള്ള നിരോധനം നീക്കിക്കിട്ടാൻ അന്നത്തെ സർസംഘചാലക് ബാലാ സാഹബ് ദേവറസ് ഇന്ദിരാഗാന്ധിക്ക് കത്തുകൾ അയക്കുകയും സർക്കാരിന്റെ 25 പരിപാടിക്ക് പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. RSS ഒരു ഹിന്ദു സംഘടന മാത്രമാണെന്നും അത് രാജ്യവിരുദ്ധമല്ലെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ RSS അക്കാലത്ത് തന്നെ തുടങ്ങിയിരുന്നു. 1980കളിൽ ജനസംഘം രൂപം മാറി BJP ആയി മാറിയ ആദ്യകാലങ്ങളിൽ ഇന്ദിരാഗാന്ധിയുടെ പാകിസ്ഥാനെതിരെയുള്ള കടുത്ത നിലപാടുകളെയും ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിനെതിരെയുള്ള നീക്കങ്ങളെയുമെല്ലാം RSS സ്വാഗതം ചെയ്തിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ പ്രത്യയശാസ്ത്രപരമായ ശത്രുതകൾക്കപ്പുറം രാഷ്ട്രീയ അതിജീവനത്തിനും ദേശീയ താല്പര്യങ്ങൾക്കും വേണ്ടി പരസ്പരം കൈകോർത്തതിന്റെയും വിട്ടുവീഴ്ച ചെയ്തതിന്റെയും നിരവധി ചരിത്ര രേഖകളുണ്ട്. ഹൈക്കോടതി ഇടപെടലിലേക്ക് നയിച്ച ക്വിസ് വിവാദവും പണ്ട് ഇന്ദിരാഗാന്ധി സവർക്കറെ ആരാധിച്ചതും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ വരും തലമുറകൾ ചർച്ച ചെയ്യേണ്ട നിർണായക സംഭവങ്ങളാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് വി.ഡി. സവർക്കർക്ക് 2 ജീവപര്യന്തങ്ങളിലായി 50 വർഷത്തെ ശിക്ഷ വിധിച്ചത് ചരിത്രരേഖകൾ ഉള്ളത് തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തെ കൂടാതെ നിരവധി വിപ്ലവകാരികൾക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജീവപര്യന്തവും അതിനേക്കാൾ കഠിനമായ ശാരീരിക പീഡനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചിലർ ജയിലിൽ വെച്ച് ജീവൻ വെടിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ശിക്ഷ നേടിയ ആൾ എന്നത് ഒരാളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിശേഷണമല്ല. സ്വാതന്ത്ര്യത്തിനായി പോരാടി നരകയാതനകൾ അനുഭവിച്ച അനേകം പേരുടെ ചരിത്രത്തിന്റെ ഭാഗമാണതെന്നും ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നു.